ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്ലാസ് 9 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളിന്റെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓണപരീക്ഷയ്ക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. ഫസ്റ്റ് എക്സാം സോഷ്യൽ സയൻസ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒറ്റ ദിവസമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സമയം കൊണ്ട് തന്നെ ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. കാര്യം ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് തലേദിവസം ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രൊപ്പോസ്ഡ് ദ മോഡേൺ പീരിയോഡിക് ലോ? മോഡേൺ പീരിയോഡിക നിയമം കൊണ്ടുവന്നത് ആരാണ് എന്നാണ് ചോദ്യം. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഹെൻറി മോസ്ലി ആണ് കേട്ടോ. പഠിച്ചു വെച്ചോണം. മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത് ഹെൻറി മോസ്ലി ആണ് കൊണ്ടുവന്നത്. ഓണപരീക്ഷയ്ക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തില് സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുള്ള ചോദ്യം ഇത്തവണ മുതൽ ചോദിക്കും എന്നാണ് SCERT പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കാനും ശ്രമിക്കുക. അതിൽ നിന്നുള്ള പോയിന്റ്സിനായിരിക്കും എന്തുണ്ടാവുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ദ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 7 പീരീഡ്. പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകൾ ഉണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് 2, ദ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 18 ഗ്രൂപ്പ്. ഓക്കെ, 18 ഗ്രൂപ്പുകൾ ഉണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അതും ശരിയാണ് അല്ലെ. ഒരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കണം 7 പീരീഡുകൾ ഉണ്ട്. ഓക്കെ, എന്താ പീരീഡ് എന്ന് പറഞ്ഞാൽ സൈഡിലേക്ക് എഴുതുന്നതിനെയാണ് പീരീഡുകൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ 7 ഉണ്ട്. ഇനി താഴേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രൂപ്പ് എന്ന് പറയാം. അങ്ങനത്തെ 18 ഉണ്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നിങ്ങൾ അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കാര്യം നിങ്ങളെ കൊണ്ട് കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് 1, ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ്. എടാ, പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ളതാണ് അല്ലെ. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ആറ്റോമിക് റേഡിയസ് കുറയുന്നു എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. കാര്യം നിങ്ങൾക്കറിയാം, ലെഫ്റ്റിൽ ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ആറ്റം ഉണ്ടാവും, പിന്നെ കുറച്ച് കുറയും, പിന്നെ കുറച്ച് കുറഞ്ഞ് വളരെയധികം കുറഞ്ഞാണ് പോവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് റേഡിയസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, കുറയാണ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, യെസ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞാൽ ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. അതും ശരിയാണ്. കാര്യം ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കൂടിയിട്ടാണ് വരുന്നത് അല്ലേ. അത് നമുക്ക് പറയാം. കാര്യം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് ആറ്റത്തിന്റെ വലുപ്പം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈസ് നോക്കുമ്പോൾ സൈസ് കൂടിയാണ് വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റുകളും വളരെയധികം ശരിയാണ്. അപ്പോൾ ഇതിന്റെയും ആൻസർ നമുക്ക് എന്താണ് വരുന്നത്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. എല്ലായ്പ്പോഴും ഈ ഓപ്ഷൻ തന്നെ വരണം എന്നില്ല. നിങ്ങൾ തിങ്ക് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആലോചിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഗൈഡിൽ കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 ആണ്. ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ലാന്തനോയിഡ്സിന്റെയും ആക്ടിനോയിഡ്സിന്റെയും ഭാഗത്ത് യെസ് ഈ പറഞ്ഞ 2 ഗ്രൂപ്പുകളെയും നമ്മൾ, ഈ 2 ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, യെസ്. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ആക്ടിനോയിഡ്സ് കമ്മിങ് ആഫ്റ്റർ യുറാനിയം ആർ നാച്ചുറൽ എലമെന്റ്സ്. അവിടെ തെറ്റിപ്പോയി. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഒരു വരി പറയുന്നുണ്ട്, ആക്ടിനോയിഡ്സ് കമ്മിങ് ആഫ്റ്റർ യുറാനിയത്തിന് ശേഷം വരുന്ന ആക്ടിനോയിഡുകളെല്ലാം നാച്ചുറൽ അല്ല, എന്താണ്, ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റാണ്.
ഓക്കെ, നാച്ചുറൽ അല്ല, എന്താണ്, ആർട്ടിഫിഷ്യൽ ആണ്. സംശയമുള്ളവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കണം. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്, അല്ലെ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ബി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ അവർ അസേർഷൻ പറയും, അതിന് ബന്ധപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? റീസൺ കൃത്യമായിട്ട് അത് തന്നെയാണോ എന്നുള്ളത്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ്. അസേർഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. അതായത് താഴേക്ക് നോക്കുന്നു, അല്ലെ, ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. അത് നമ്മളിപ്പോൾ പഠിച്ച കാര്യമല്ലേ? യെസ്. ആദ്യമേ എന്ത് ചെയ്യുന്നു? ലിഥിയത്തിന് വളരെ കുറവാണ്, പിന്നെ കുറച്ച് കൂടി, പിന്നെ കുറച്ച് കൂടി, പിന്നെ കുറച്ച് കൂടി. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ആറ്റത്തിന്റെ സൈസ് കൂടുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ, അസേർഷൻ ശരിയാണ്. ഇനി റീസൺ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അല്ലെ, താഴേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷെല്ലുകളുടെ എണ്ണം കൂടും. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? സൈസ് കൂടും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അസേർഷൻ എന്ന് പറയുന്നത് റീസണിന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, യെസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് സൈസ് കൂടാൻ കാരണം എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതാണ്. അപ്പോൾ ഇത് അസേർഷന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ നമ്പർ എ, അല്ലെ? കാരണം ഇവിടെ നോക്കൂ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് എന്താ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് വരിക. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള അസേർഷന്റെ കറക്റ്റ് റീസൺ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത നമുക്ക് അധികം പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ന്യൂസ് പേപ്പറുകളിലും മറ്റു പല എഡ്യൂക്കേഷൻ മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്. യെസ്, നമുക്കൊന്ന് നോക്കാം, അല്ലേ? എലമെന്റ്സ് P, Q, R, S are given. Symbols are not real. Write down the electronic configuration of these elements. ഓക്കെ, അപ്പൊ ഞാൻ ഈ എലമെന്റുകളൊക്കെ എടുത്ത് എഴുതുകയാണ്. P, Q, R, S. ഓക്കെ, പിയുടെ ആറ്റോമിക് നമ്പർ 8, ക്യൂവിന്റെ എത്രയാണ്? 10, ആറിന്റെ 12 ആണ്, എസിന്റെ 18 ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിന്റെ എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ചോദ്യം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം, പി എന്ന് പറയുന്ന എലമെന്റിന്റെ എന്ത് വരും? 2,6 വരും. ഓക്കെ, അടുത്തതിന്റെ എന്ത് വരും? 2,8 വരും. അടുത്തതിന്റെ എന്ത് വരും? 2,8,2 വരും. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഷെല്ലുകൾ K, L, M, N, അല്ലെ? കെയിൽ പരമാവധി കൊള്ളാവുന്നത് 2 എണ്ണം, എല്ലിൽ പരമാവധി 8 എണ്ണം, എമ്മിൽ പരമാവധി 18 എണ്ണം. പിന്നെ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് 2, 8, 18 വരെയൊക്കെ വരുത്തുള്ളൂ. ഓക്കെ, ഏകദേശം ഒരു ആറ്റോമിക് നമ്പർ 18 വരെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. കാൽഷ്യത്തിന്റെ 20 ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാൽഷ്യം 20 ചോദിക്കാൻ ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇനി അടുത്തത് സൾഫർ, അല്ലെ? സൾഫർ 18 എന്ന് പറയുന്നത് എന്ത് വരും? 2, 8, 8 വരും. കാര്യം നിങ്ങൾക്കറിയാം, കെയിൽ എന്ത് നിറഞ്ഞു? 2 എണ്ണം നിറഞ്ഞു. അതിനുശേഷം എല്ലിലേക്ക് 8 എണ്ണം പോയി. അതിനുശേഷം മിച്ചം വരുന്ന 8 എണ്ണം എമ്മിലേക്ക് പോയി. അപ്പൊ 2, 8, 8 എന്ന് വന്നു. ഓക്കെ, ഇതാണ് അതിന്റെ കോൺഫിഗറേഷൻ വരിക. ഇനി അടുത്തത് വിച്ച് അമംഗ് ദീസ് ആർ നോബിൾ ഗ്യാസസ്. ഇതിൽ നോബിൾ ഗ്യാസസ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റത്ത് എന്ത് വരണം? എൻഡിൽ എന്ത് വരണം? 8 ഇലക്ട്രോൺസ് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഏതൊക്കെ എലമെന്റിനാണ് അറ്റത്ത് 8 ഇലക്ട്രോൺസ് വരുന്നത്? യെസ്, ക്യൂ എന്ന് പറയുന്നതിന്റെ കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ അറ്റത്ത് 8 ഇലക്ട്രോൺസ് ആണ് വന്നത്, അല്ലെ? എൻഡിൽ ഏറ്റവും അവസാനം 8 ഇലക്ട്രോൺസ് ആണ് വന്നത്. ഇനി എസ് എഴുതിയപ്പോഴോ എസിന്റെയും അവസാനം 8 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് നോബിൾ ഗ്യാസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത് നിങ്ങൾ. ആരൊക്കെയാണ്? ക്യൂവും അതുപോലെ തന്നെ എസും ആണ് നോബിൾ ഗ്യാസ്. ബിക്കോസ് അവർക്ക് എന്താണ്? കറക്റ്റ് 8 ഇലക്ട്രോൺസ് ആണ് കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്, അല്ലെ? ഒക്ടറ്റ് കോൺഫിഗറേഷൻ നമ്മൾ പറയും, അഷ്ടക വിന്യാസം എന്ന് നമ്മൾ പറയും. ഓക്കെ, യെസ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സംഭവമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ സോഡിയം, ക്ലോറിൻ, കാൽഷ്യം, ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ ഇതാണ് 11 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കോൺഫിഗറേഷൻ എന്താണ് വരിക? യെസ്, പറഞ്ഞോളൂ, നിങ്ങൾ തന്നെ മനസ്സിൽ പറഞ്ഞോളൂ. 2, 8, 1 അല്ലെ. കാര്യം എന്താ? KLM. കെയിൽ 2 എണ്ണം നിറഞ്ഞു അല്ലെ. അതിനുശേഷം മിച്ചം വരുന്നത് എല്ലിലേക്ക് നിറഞ്ഞു, പിന്നെ ഒരെണ്ണം ബാക്കി എമ്മിലേക്ക് നിറഞ്ഞു. അപ്പൊ 2, 8, 1 എന്ന് വന്നു. ഓക്കെ, ഇനി ഇതിന്റെ അറ്റത്ത് 1 ആയതുകൊണ്ട് അത് തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ വരിക. ഓക്കെ, അറ്റത്ത് 1 വന്നത്, അതുകൊണ്ട് അത് തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ വരിക. അപ്പോൾ ആ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പീരീഡ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഷെല്ലുണ്ടെന്ന് എണ്ണിയാൽ മതി. 1, 2, 3 ഷെല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ 3 ഷെല്ല് ഉള്ളത് കൊണ്ട് അതിന്റെ പീരീഡ് നമ്പർ എന്താണ്? 3 ആണ്. ഓക്കെ, യെസ്. ഇനി ക്ലോറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോൺഫിഗറേഷൻ നൽകിയിട്ടുണ്ട്, അതിന്റെ ആറ്റോമിക് നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. ഒന്നുമില്ലടാ, ജസ്റ്റ് ആ കോൺഫിഗറേഷനിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 2 + 8 + 7 അല്ലേ. അപ്പൊ എന്ത് കിട്ടും? 17 കിട്ടും. യെസ്, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 17 കിട്ടും അതിന്റെ ആറ്റോമിക നമ്പർ. ഓക്കെ, ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഞാൻ എന്താ പറഞ്ഞത്? അറ്റത്ത് 7 വന്നിട്ടുള്ളത് അല്ലെ. അറ്റത്ത് 1 അല്ലെങ്കിൽ 2 വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. മനസ്സിലാക്കി വെച്ചോണം. അറ്റത്ത് 1, 2 ആണെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി അറ്റത്ത് 3, 4, 5, 6, 7 ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ 10 കൂട്ടിയിട്ട് വേണം ഗ്രൂപ്പ് നമ്പർ പറയാനായിട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ അറ്റത്ത് എന്താ വന്നിരിക്കുന്നത്? 7 വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 7ന്റെ കൂടെ എന്ത് കൂട്ടണം നിങ്ങൾ? 10 കൂട്ടിയിട്ട് വേണം എന്ത് പറയാനായിട്ട്? ഗ്രൂപ്പ് നമ്പർ പറയാൻ. അപ്പൊ 7ന്റെ കൂടെ 10 കൂട്ടിയാൽ എത്രയാ? 17. സിമ്പിൾ അല്ലെ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 17. ഓക്കെ, ഇനി പീരീഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി. 1, 2, 3 ഷെല്ലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാം പീരീഡ് എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണം എന്നില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ആറ്റോമിക് നമ്പർ ഒന്നും നൽകിയിട്ടില്ല, പകരം ഗ്രൂപ്പും തന്നിട്ടുണ്ട്, പീരീഡ് നമ്പറും തന്നിട്ടുണ്ട്. ഇത് പലരും പറയും, ഭയങ്കര ടോപ്പേഴ്സ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ പറയും കാൽഷ്യം 20, 2, 8, 8, 2 എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷേ നമുക്ക് എന്താണ്? നമുക്കൊരു ആവറേജ് ലെവലിൽ പഠിച്ചു പോയാൽ മതി. ശ്രദ്ധിക്കൂ, അതായത് ഗ്രൂപ്പ് നമ്പർ നോക്കുക. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ എന്താണ്? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റത്ത് 2 വന്നിട്ടുള്ളത്. മനസ്സിലാക്കണം, ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അതുകൊണ്ട് അറ്റത്ത് 2 വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്ര ഷെല്ലുകൾ ഉണ്ടോ അതാണ് അതിന്റെ പീരീഡ് നമ്പർ. ഇവിടെ എത്ര ഷെല്ലുകൾ ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് അർത്ഥാക്കുന്നത്? 4 ഷെല്ലുകൾ ഉണ്ട് അല്ലെ. KLMN ഇങ്ങനെ 4 ഷെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ K ഉണ്ട്, L ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്. ഓക്കെ, അതിൽ N എന്ന് പറയുന്ന ഷെല്ലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അറ്റത്ത് 2 വന്നിട്ടുള്ളത് അല്ലെ. കാര്യം ഗ്രൂപ്പ് നമ്പർ 2 ആയതുകൊണ്ട് ഏറ്റവും അറ്റത്ത് എന്തായിരിക്കും? 2 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, K നിറഞ്ഞു കഴിഞ്ഞാൽ Lലേക്ക് ഇലക്ട്രോൺ കിടക്കുള്ളൂ, L നിറഞ്ഞു കഴിഞ്ഞാൽ Mലേക്ക് ഇലക്ട്രോൺ കിടക്കുള്ളൂ, M നിറഞ്ഞു കഴിഞ്ഞാൽ Nലേക്ക് ഇലക്ട്രോൺ കിടക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരമാവധി എത്ര കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം? യെസ്, Kയിൽ പരമാവധി എന്ത് ചെയ്തിട്ടുണ്ടാവണം? 2 നിറഞ്ഞു, അതിനുശേഷം Lലേക്ക് 8 പോയി, പിന്നെ Mലേക്ക് 8 പോയി, അതിനുശേഷം Nലേക്ക് 2 നിറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നിങ്ങൾ ഒക്ടറ്റ് കോൺഫിഗറേഷനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾ കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ ഇപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളാം. 2, 8, 8, 2 ആണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോൺസിന് തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ 2 + 8 + 8 + 2 അല്ലെ. 2 8 കൂട്ടിയാൽ 10, 10 18 20 അല്ലേ. അപ്പൊ നമുക്ക് ആറ്റോമിക് നമ്പർ എന്ത് കിട്ടും? 20 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കണം, നിങ്ങൾ കാൽഷ്യത്തിന്റെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ 2, 8, 8, 2 എന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്. ഇനി അടുത്തത് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്, കോൺഫിഗറേഷൻ 2,6 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും പറയാം അല്ലെ. അറ്റത്ത് എന്താ വന്നിട്ടുള്ളത്? 6 വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് കൂട്ടണം? 10 കൂട്ടിയിട്ട് വേണം അതിന്റെ ഗ്രൂപ്പ് നമ്പർ പറയാൻ. ഓക്കെ, അപ്പൊ അറ്റത്ത് 6 ആയതുകൊണ്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 10 കൂട്ടിയിട്ട് വേണം ഗ്രൂപ്പ് നമ്പർ പറയാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് നമ്പർ 16 കിട്ടും.
ഓക്കെ. അതുപോലെ പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഷെല്ലുകൾ ഉണ്ട് നോക്കിയാൽ മതി അല്ലേ. 1, 2 ഷെല്ലുണ്ട്, അതുകൊണ്ട് ഇവിടെ പീരീഡ് നമ്പർ എന്താണ്? 2 ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ബോക്സ് പഠിച്ചു വെക്കുന്നതിലൂടെ നിങ്ങൾ എത്രയും മനസ്സിലാക്കണ്ടു, നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യാൻ അറിയണം, അതുപോലെ അതിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനായിട്ടും അറിയണം. ഓക്കെ. യെസ്. ഇതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ കേസാണ് കൂടുതലും ചോദിക്കാനുള്ളത്. അപ്പോൾ അത് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ഇൻടു മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ഇവിടെ കുറച്ച് എലമെന്റുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡുകളായിട്ട് തരംതിരിക്കണം. ഓക്കെ. മെറ്റലോയിഡ് പലരും പഠിക്കാതെ പോകുന്ന ടോപ്പിക്കാണ്, പക്ഷെ അതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. സൾഫർ എന്ന് പറയുന്നത് എന്താണ്? സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് വരിക? യെസ്, നോൺ മെറ്റലിലാണ് വരിക കേട്ടോ. ഓക്കെ. യെസ്. അപ്പൊ സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെറ്റൽ ആണ്, പഠിച്ചു വെച്ചോണം സൾഫർ. ഇനി അടുത്തത് ലിഥിയം എന്ന് പറയുന്നത് മെറ്റലാണ്. ഓക്കെ. ലിഥിയം എന്ന് പറയുന്നത് മെറ്റലാണ്, ലിഥിയം മെറ്റലാണ്. ഇനി സോഡിയം എന്ന് പറയുന്നതും മെറ്റൽ തന്നെയാണ്, സോഡിയം. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം. ഓക്കെ. Na എന്ന് പറഞ്ഞാൽ സോഡിയാണ്, സോഡിയം മെറ്റലാണ്. ഇനി നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ. ഓക്കെ. നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ മെറ്റലാണ്, മനസ്സിലാക്കി വെച്ചോണം. ഇനി ആർസനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലോയിഡ് ആണ്. ഓക്കെ. ആർസനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലോയിഡ് ആണ്, പഠിച്ചു വെക്കണം. ഇനി ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെറ്റലാണ്. ഓക്കെ. ക്ലോറിൻ എന്താണ്? നോൺ മെറ്റലാണ്. ഇനി ജർമേനിയം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളാണ് അല്ലെ. നിങ്ങൾ ഒരു പക്ഷേ 8ാം ക്ലാസ്സിലൊക്കെ നെയിമിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ജർമേനിയം എന്ന് പറയുന്നത് മെറ്റലോയിഡ് ആണ്, പഠിച്ചു വെച്ചോണം. ജർമേനിയം എന്ന് പറയുന്നത് എന്താണ്? മെറ്റലോയിഡ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് അടക്കം പറയുന്നുണ്ട്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ. ഇനി നിയോൺ എന്ന് പറയുന്നത് എന്താണ്? യെസ്, അതും എന്താണ്? നോൺ മെറ്റലാണ് കേട്ടോ, അതും പഠിച്ചു വെച്ചോണം. നിയോൺ എന്ന് പറയുന്നത് നോൺ മെറ്റലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സ് ആയിട്ട് തരംതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റലോയിഡുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. അതുപോലെ മെറ്റൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം പഠിച്ചു വെക്കുക. ഓക്കെ. ബേസിക്കലി അതുപോലെ ലിഥിയം, സോഡിയം, മഗ്നീഷ്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ മെറ്റൽസ് ആണ്. ഓക്കെ. യെസ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നിന്ന് തരംതിരിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത് നിങ്ങൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ തിയറി ആണ്. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്? ഓക്കെ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് 1ഉം ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് 2ഉം ഉണ്ട്. അവരുടെ എന്താണ്? ക്യാരക്ടറുകളാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ദേ ഷോ സിമിലാരിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ് ഇൻ ദ ഗ്രൂപ്പ്. അല്ലെ, ഗ്രൂപ്പ് വൈസ് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് കാണിക്കുക. ഓക്കെ. ഒരേ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുക, സിമിലാരിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ്. ഇനി ദേ ഇൻക്ലൂഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ് സച്ച് ആസ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പൊ ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും എടുത്തു കഴിഞ്ഞാൽ അവയിൽ എന്തുണ്ടാവും? മെറ്റൽസ് ഉണ്ടാവും, നോൺ മെറ്റൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ മെറ്റലോയിഡുകൾ ഉണ്ടാവും. ഇവ മൂന്നും ചേർന്നിട്ടുള്ളതാണ് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. ദേ റെപ്രസെന്റ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ദ ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പൊ അത് പല രീതിയിലുള്ളത് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പല ഫിസിക്കൽ കണ്ടീഷൻസിൽ, പല ഭൗതിക അവസ്ഥയിൽ നിൽക്കുന്ന സാധനങ്ങളായിരിക്കും ഇത് മെയിൻ ഗ്രൂപ്പ് എലമെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെച്ചോണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഓക്കെ. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. യെസ്, തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ മെറ്റലോയിഡ്സ്? ഗിവ് എക്സാമ്പിൾസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മെറ്റലോയിഡ്സ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസും. ഓക്കെ. മെറ്റലോയിഡ്സ് നിങ്ങൾ ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ പേജാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എലമെന്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. 2 സ്വഭാവം കാണിക്കും. എന്തൊക്കെ? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റുകളെയാണ് എന്ത് പറയാം? മെറ്റലോയിഡുകൾ എന്ന് പറയാം. അതിന്റെ എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കുക. സിലിക്കൺ, ജർമേനിയം, ആർസനിക്. ഏതെങ്കിലും 4 എക്സാമ്പിൾസ് പഠിക്കുക. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ബോക്സ് ആക്കിയിട്ട് തരംതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ എക്സാമ്പിളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. യെസ്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഗ്രൂപ്പ്സ് ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ഇൻക്ലൂഡഡ്? ട്രാൻസിഷൻ എലമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദ്യം. അത് നമുക്ക് കാണാം. ഏതാണ്? ട്രാൻസിഷൻ എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഗ്രൂപ്പ് 3 to 12. ഓക്കെ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലാണ് ട്രാൻസിഷൻ എലമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേ ഷോ ഗ്രാജുവൽ ട്രാൻസിഷൻ ഫ്രം ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് ടു ലോ റിയാക്റ്റീവ് മെറ്റൽസ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഈ പോയിന്റ്സ് ആണ്.
ഓക്കെ, ട്രാൻസിഷൻ എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാതും എഴുതി വെക്കുക. ഓക്കെ, അതിലെന്താ നമ്മൾ പറയുന്നത്? ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ് എന്ത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ല്, അതായത് ഏറ്റവും അവസാനത്തേന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ് എന്ത് നടക്കുക? ഈ പറഞ്ഞ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് എന്ത് നടക്കുന്നത്? ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് നടക്കുന്നത്. ഓക്കെ, തൊട്ടു മുമ്പുള്ളത്, ഏറ്റവും അവസാനത്തെക്കാട്ടും തൊട്ടു മുമ്പുള്ളത്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ഷെല്ല് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് പെനൾട്ടിമേറ്റ് ഷെല്ല്. ഓക്കെ, ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരീഡ്. ഗ്രൂപ്പുകളിലും പീരീഡുകളിലും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരേ രാസ സ്വഭാവങ്ങൾ കാണിക്കും. മനസ്സിലാക്കി വെക്കുക. ദേ ആർ മെറ്റൽസ്, എല്ലാതും മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ എലമെന്റ്സ് എല്ലാതും എന്താണ്? മെറ്റൽസ് ആണ്. അതുപോലെ അവർ കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കളേർഡ് കോമ്പൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അത് നമ്മൾ എക്സാമിന്റെ സമയത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറയുന്നു, ഇത് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് കൂടുതൽ സാധ്യത കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ചോദിക്കാനാണ് സാധ്യത. ഓക്കെ, യെസ്. അടുത്തത്, വാട്ട് ആർ ദ 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ദ ആറ്റം? നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ് അല്ലെ. 2 സാധനങ്ങളാണ് എഫക്ട് ചെയ്യുക. ഒന്ന് ന്യൂക്ലിയർ ചാർജ്. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ് എഫക്ട് ചെയ്യും. അതുപോലെ പിന്നെ നമ്മൾ എന്താ പറയുക? നമ്പർ ഓഫ് ഷെൽസ്. എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഷെല്ലുകളുടെ എണ്ണം. ഈ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ആറ്റത്തിന്റെ സൈസിനെ എഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെ? നിങ്ങൾ തന്നെ പറഞ്ഞോ, മനസ്സിലിരുന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ്, നമ്പർ ഓഫ് ഷെല്ല്. ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ്, നമ്പർ ഓഫ് ഷെല്ല്. ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ്, നമ്പർ ഓഫ് ഷെല്ല്. വെരി ഗുഡ്, യെസ്. അപ്പൊ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. സൈസ് ഓഫ് ദ ആറ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെ? ന്യൂക്ലിയർ ചാർജ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെല്ല്. ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ്, നമ്പർ ഓഫ് ഷെല്ല്. സിമ്പിൾ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. മഗ്നീഷ്യം ആറ്റോമിക് നമ്പർ 12. ഓക്കെ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ് മഗ്നീഷ്യം 12 എന്ന് എഴുതി. ഇതിന്റെ കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്നത് 2, 8, 2. എൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് പോകണം. 2, 8, 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കാനാണ് ചോദ്യം. എടാ മക്കളെ, പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര ഷെല്ലുണ്ടെന്ന് നോക്കിയാൽ മതി അല്ലെ. പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 1, 2, 3 ഷെല്ലുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ പീരീഡ് കിട്ടി. പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, യെസ്. ഇനി ഇവിടെ നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അറ്റത്ത് 2 വന്നിട്ടുള്ളത് അല്ലെ. അറ്റത്ത് 1, 2 വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ഇവിടെ അറ്റത്ത് എന്താ വന്നിട്ടുള്ളത്? 2 ആണ്. അറ്റം മീൻസ് എൻഡ് എന്നാണ് കേട്ടോ. എൻഡിൽ 2 വന്നിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ എന്ത്? ഗ്രൂപ്പ് നമ്പർ. അപ്പൊ ഗ്രൂപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിക്കോണം. എന്താണ്? 2 ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇവിടെ ചോദിക്കുക. നിങ്ങൾ ആദ്യം കൺസെപ്റ്റ് പഠിക്കുക. കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ കൺസെപ്റ്റ് പഠിക്കുക, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. നല്ല ഉഷാറായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിലെ. There are only 2 electrons in the outermost shell of an atom of an element belonging to the third period. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. There are 2 electrons in outermost shell of an atom. ഒരു ആറ്റത്തിന്റെ അറ്റത്ത് എന്ത് ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, വിച്ച് ബിലോങ്ങിങ് ടു ദ തേർഡ് പീരീഡ്. അതിൽ നിന്ന് നിങ്ങൾ ക്ലൂ കിട്ടണം നിങ്ങൾക്ക്. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ഷെൽസ് ആണ്. എത്ര ഷെല്ലുകളുണ്ട്? യെസ്, 3 ഷെല്ലുകളുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഏതൊക്കെ ഷെല്ലുണ്ട്? K, L, M ഇങ്ങനെ 3 ഷെല്ലുകളാണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ അവർ പറയുന്നു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അറ്റത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അറ്റത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. K എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലിലേക്ക് ഇലക്ട്രോൺ അറിയുള്ളൂ, L എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എമ്മിലേക്ക് അറിയുള്ളൂ അല്ലെ. അപ്പോൾ അറ്റത്ത് 2 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Kയിൽ 2 നിറഞ്ഞു, പിന്നെ Lയിൽ 8 നിറഞ്ഞു. അതിനുശേഷം മിച്ചം വരുന്ന 2 എവിടേക്ക് പോയത്? എമ്മിലേക്ക് പോയത്. ഓക്കെ, അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ കിട്ടി 2, 8, 2. ഓക്കെ, 2, 8, 2. ഓക്കെ, ഇനി ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ് ടു? ഓക്കെ, ഏത് ഫാമിലിയിലാണ് പെടുന്നതെന്ന് ചോദ്യം. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2 ആണ് അല്ലെ നമുക്ക് കിട്ടുക. ഗ്രൂപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് അല്ലെ. ഏതാണ്? ആൽക്കലൈൻ
എർത്ത് മെറ്റൽസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ പഠിക്കുക. ഇതിൽ ഗ്രൂപ്പ് നമ്പർ എന്താണ് വരുന്നത്? ഗ്രൂപ്പ് നമ്പർ 2 കിട്ടുക നമുക്ക്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 ആയതുകൊണ്ട് ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം പീരീഡ്. സെയിം പീരീഡിലുള്ള, ശ്രദ്ധിക്കണം, അതേ സെയിം പീരീഡിലുള്ള നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ എഴുതാനാണ് പറയുന്നത്. സെയിം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? കെ ഉണ്ടാവണം, എൽ ഉണ്ടാവണം, എം ഉണ്ടാവണം, അല്ലെ? 3 ഷെല്ലുകൾ ഉണ്ടാവണം. അതിൽ വരുന്ന നോബിൾ ഗ്യാസ് എന്താ? നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത ഞാൻ പഠിപ്പിച്ചു തന്നു. നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത എന്താ? അറ്റത്ത് 8 ഇലക്ട്രോൺസ് വരണം. അപ്പോൾ അറ്റത്ത് 8 ഇലക്ട്രോൺസ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിൻ്റെ അവിടെ എന്ത് എഴുതിയാൽ മതി? 8 എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കെയിൽ 2 നിറയ്ക്കാം, എല്ലിൽ 8 നിറയ്ക്കാം, ബാക്കി എമ്മിൽ ഓൾറെഡി എന്ത് വന്നു? 8 വന്നു. ഇതാണ് അതിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 2, 8, 8 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ്, ഓക്കെ, അതായത് സെയിം പീരീഡിൽ വരുന്ന, അല്ലെ, സെയിം പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടു. സെയിം പീരീഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കണം എന്താണ്? ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ, അപ്പോൾ കെ എൽ എം എന്ന് പറയുന്ന 3 ഷെല്ലുകളുണ്ട്. അതിൽ എന്താ പറയുന്നത്? നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് 8 ഇലക്ട്രോൺസ് ആണ്. ഇത്രയും കാര്യം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് വേറെയും വരും. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച് സെറ്റാക്കി മനസ്സിലാക്കി എടുക്കുക. അതുപോലെ തന്നെ അടുത്തടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് എത്തിക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാം. ഓക്കെ, സോ താങ്ക് യു. അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ താങ്ക് യു. അത്രയേ ഉള്ളൂ.